ഹായ് ഓൾ, അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക്. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നത്. അൽഹംദുലില്ലാഹ് നമ്മളും അങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള സിമ്പിൾ ചിക്കൻ കറിയാണ് കേട്ടോ. ഭയങ്കര കോമ്പിനേഷൻ. നമ്മുടെ ഒറോട്ടി, പത്തിരി, അതുപോലെ തന്നെ നെയ്പ്പത്തലിനൊക്കെ ഭയങ്കര കോമ്പിനേഷനാണ് കേട്ടോ. ഒന്നും പറയാനില്ല, അത്രയ്ക്ക് സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള ഐറ്റമാണ്. പിന്നെ എനിക്ക് പേഴ്സണലി ഭയങ്കര ഒരു സ്പെഷ്യൽ കറിയും കൂടിയാണ് കേട്ടോ ഇത്. ഒന്നാമത്തേന്ന് പറയുന്നത് എൻ്റെ ഉമ്മാമ്മയുടെ റെസിപ്പിയാണ് ഈ ഒരു ഐറ്റം എന്ന് പറയുന്നത്. രണ്ടാമത്തെന്ന് പറയുന്നത് എനിക്ക് നമ്മുടെ നിധാഷസ് കിച്ചൺ ചാനലിൽ നമ്മൾ ഒരുപാട് കണ്ണൂർ റെസിപ്പീസ് ഇട്ടിട്ടുണ്ട്. അതിൽ ട്രഡീഷണൽ ആയിട്ടുള്ള ഇറച്ചിച്ചോറ്, കക്കറോട്ടി അങ്ങനത്തെ ഒക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിലൊക്കെ ഞാൻ യൂസ് ചെയ്തിട്ടുള്ള കറി എന്ന് പറയുന്നത് ഈ ഒരു കറിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇതൊന്ന് സെപ്പറേറ്റ് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ്. അപ്പോൾ ആ ഒരു റെസിപ്പീസൊക്കെ ട്രൈ ചെയ്തിട്ട് അത്രയ്ക്ക് നമ്മുടെ നിധാഷസ് കിച്ചണിൽ അത്രയ്ക്കും എന്താ പറയുക, ഭയങ്കര വ്യൂവും ഭയങ്കര ഫീഡ്ബാക്സും ഒക്കെ കിട്ടിയിട്ടുള്ള റെസിപ്പീസ് ആയിരുന്നു അതൊക്കെ. അപ്പോൾ അതിലെല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു കറി എന്ന് പറയുന്ന റെസിപ്പി, അതുകൊണ്ട് ഞാനൊന്ന് സെപ്പറേറ്റ് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നത്. അപ്പോൾ ഒറോട്ടിക്കൊക്കെ ഞാൻ ഇന്നിപ്പോൾ ഒറോട്ടിയുടെ വരെ സെർവ് ചെയ്യുന്ന ഒറോട്ടിക്കൊക്കെ ഇത് ഉണ്ട് എന്നുണ്ടെങ്കിൽ പിന്നെ ഒന്നും പറയണ്ട കേട്ടോ, അത്രയ്ക്ക് ടേസ്റ്റാണ്. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ? വീഡിയോയിലേക്ക് പോകുന്നത് പിന്നെ നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ തൊട്ടടുത്തൊരു ബെല്ലൈക്കണില്ലേ, അതിൽ ഓൾ ഓപ്ഷൻ തന്നെ ക്ലിക്ക് ചെയ്യണേ. എങ്കിലേ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുകയുള്ളൂ. അപ്പോൾ നമ്മുടെ ചിക്കൻ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. നല്ലപോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നന്നായിട്ട് വെള്ളമൊക്കെ ഊറ്റിക്കളഞ്ഞ് എടുത്ത് വെച്ചതാണ് ഇത്. അപ്പോൾ ചിക്കൻ്റെ വലുപ്പം എന്ന് പറയുന്നത് ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ച് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ കറി ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങാം. അപ്പോൾ ഈ ഒരു പാനിലേക്ക് ഒരു 4-5 ടേബിൾ സ്പൂണോളം ഓയിലോ വെളിച്ചെണ്ണ എന്താണോ ഇഷ്ടമുള്ളത് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ എണ്ണയൊക്കെ ഒന്ന് ചൂടായതിന് ശേഷം ഞാൻ ഇതിലേക്ക് ഒരു 3 മീഡിയം സൈസ് വലുപ്പമുള്ള സവാള ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആ ഒരു ടൈമിൽ തന്നെ ഒരല്പം ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. അപ്പോൾ സവാള അടച്ച് വെച്ചിട്ട് വഴറ്റിയെടുക്കുന്നതാണ് കേട്ടോ കൂടുതൽ നല്ലത്. അപ്പോൾ ഞാൻ ഇത് അടച്ച് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നന്നായിട്ട് വഴന്ന് ചെറുതായിട്ടൊന്ന് കളറ് മാറി തുടങ്ങുമല്ലോ, ആ ഒരു രീതിക്ക് തന്നെ വഴറ്റിയെടുക്കണം. എങ്കിലേ നമ്മുടെ കറിക്ക് ടേസ്റ്റ് ഉണ്ടാവും. കാരണം കുക്കറിലൊന്നും വെക്കുന്നില്ലല്ലോ, അതുകൊണ്ട് അത്യാവശ്യം നന്നായിട്ട് സോഫ്റ്റായിട്ട് വാടി വരണം. അപ്പോൾ ഇതാ നമ്മുടെ സവാള കണ്ടില്ല, അത്യാവശ്യം നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഈ ഒരു കളറായി കിട്ടണേ, അതുവരെ തന്നെ വഴറ്റിയെടുക്കാം. അപ്പോൾ ഞാൻ ഇടയ്ക്കൊന്ന് അടുപ്പ് തുറന്നിട്ട് 1-2 തവണയൊക്കെ ഇളക്കിയിട്ടുണ്ടേനോ കേട്ടോ, അടിക്ക് പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നോക്കിയിട്ട് ചെയ്യണേ. ഇനി നമുക്കിതിലേക്ക് ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഒന്ന് ചതച്ചത് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ ഏകദേശം ഒരു 4 പച്ചമുളക്, നിങ്ങൾ എരിവ് നോക്കിയിട്ട് എടുക്കുക കേട്ടോ, നിങ്ങളുടെ കയ്യിലുള്ള മുളകിനനുസരിച്ചിട്ട് എടുക്കുക. 4 പച്ചമുളകും ഒരു വലിയ സൈസ് ബോൾ വെളുത്തുള്ളിയും അതുപോലെ തന്നെ ഒരു മീഡിയം പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട്. നല്ലപോലെ ചതച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഓവർ അങ്ങ് പേസ്റ്റ് ആക്കി ചേർക്കണ്ട കേട്ടോ, ചതച്ചിട്ടാകുമ്പോൾ ഒന്നുകൂടി ടേസ്റ്റ് കൂടുതൽ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക, നല്ലപോലെ വഴറ്റിയെടുക്കുക കേട്ടോ. അത്യാവശ്യം ടൈം എടുത്തിട്ട് വഴറ്റിയെടുക്കുക. എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ ആ ഒരു പച്ച ടേസ്റ്റ് മൊത്തത്തിൽ മാറി കിട്ടണം. അപ്പോഴാണ് കറിക്ക് നല്ലൊരു പെർഫെക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ. അതുകൊണ്ട് കുറച്ചൊന്ന് സമയം എടുത്തിട്ട് ഏകദേശം ഒരു 1-2 മിനിറ്റോളം ഒന്ന് നല്ലപോലെ വഴറ്റിയെടുക്കുക കേട്ടോ. ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെക്കണം ഈ ഒരു ടൈമിൽ. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് വഴറ്റിയെടുത്തതിന് ശേഷം ഞാൻ ഇതിലേക്ക് അത്യാവശ്യം നല്ല വലുപ്പമുള്ള സൈസ് തക്കാളി ഏതാണ്ട് ഒരെണ്ണമാണ് ചേർത്തിട്ടുള്ളത്. മീഡിയം സൈസൊക്കെ ആണെങ്കിൽ 2 തക്കാളി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് തക്കാളി ഒന്ന് അത്യാവശ്യം നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാനൊന്ന് ഇത് അടച്ച് വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അത്യാവശ്യം നല്ലപോലെ വഴറ്റിയെടുക്കുക കേട്ടോ, നല്ല സോഫ്റ്റായി കിട്ടുന്നവരെ. അപ്പോൾ അതവിടെ നിന്ന് വഴന്ന് വരുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള പൊടികളൊന്ന് ചൂടാക്കിയെടുക്കാം. വെറും മല്ലിയും മുളകും മാത്രം ഒന്ന് ചൂടാക്കിയെടുക്കണം. അപ്പോൾ ഇതുപോലെ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പം പാൻ ഓൺ ചെയ്തിട്ടില്ല കേട്ടോ ഫ്ലെയിം. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് ആദ്യം തന്നെ ഒരു 4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ 1 കിലോ ചിക്കൻ എടുത്തല്ലോ, അതുകൊണ്ട് 4 ടേബിൾ സ്പൂൺ ചേർക്കുക. അടുത്ത ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയും ചേർക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, മുളക് പൊടി ഓരോരുത്തരുടെ പൊടികളുടെ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അങ്ങനെയാണെങ്കിൽ എരിവുള്ള പൊടിയൊക്കെ ആണെങ്കിൽ ഒരു 1.5 ടേബിൾ സ്പൂണൊക്കെ മതിയാകും കേട്ടോ. പിന്നെ നമ്മൾ പച്ചമുളകും ഓൾറെഡി ചേർത്തതാണ്, അതൊന്ന് നോക്കിയിട്ട് മാത്രം ചേർക്കുക. അപ്പോൾ ഇത് രണ്ടും ചേർത്തതിന് ശേഷം മാത്രം ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് നമ്മളൊന്ന് നല്ലപോലെ പൊടി ചൂടാക്കിയെടുക്കുക കേട്ടോ. അപ്പോൾ പൊടി നമ്മൾ ഓവറങ്ങ് കളർ മാറി കിട്ടുന്നവരെ വറുത്തെടുക്കുകയല്ല ചെയ്ത്, ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുക്കുക മാത്രമാണ് ചെയ്യുന്നത്. ആ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇങ്ങനെ ഇളക്കി കൊടുക്കുന്ന സമയത്ത് ചെറിയൊരു നല്ലൊരു സ്മെല്ലൊക്കെ വരും. ആ ഒരു ടൈമിൽ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഒരുപാട് ടൈം ഇട്ടങ്ങ് വറുത്ത് കറുപ്പ് കളറാക്കി എടുക്കാനേ പാടില്ല, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്യാൻ മടി ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ സവാള വഴറ്റിയ സമയത്ത് തന്നെ ഒന്ന് ചൂടാക്കി എടുത്താൽ മതി.
അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ പൊടികളുടെ എല്ലാ സൈഡും പെട്ടെന്ന് തന്നെ ചൂടായി നല്ലപോലെ പച്ച ടേസ്റ്റൊക്കെ ഒന്ന് മാറിക്കിട്ടും കേട്ടോ. നല്ലൊരു മണമൊക്കെ വരും. സാധാരണ നമ്മൾ സവാളയിൽ ചൂടാക്കി എടുക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ ഒരുപാട് കുറച്ചധികം തന്നെ ടൈം ചൂടാക്കി എടുക്കണം, എന്നാലേ ആ ഒരു പെർഫെക്റ്റ് ആ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ ഇതാണ് ഏറ്റവും ഈസി ആയെന്ന് തോന്നുന്നത്. പിന്നെ ഒരു എക്സ്ട്രാ ടേസ്റ്റും കിട്ടും കേട്ടോ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത്. എന്തായാലും നിങ്ങൾ ഇതുവരെ ഇങ്ങനെ ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, എന്തായാലും ഒരു എക്സ്ട്രാ ടേസ്റ്റ് കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പൊടിയൊക്കെ ചൂടായതിന് ശേഷം കണ്ടില്ല, നമ്മുടെ തക്കാളി അത്യാവശ്യം നല്ലപോലെ വാടി വന്നിട്ടുണ്ട്. നല്ലപോലെ ഈ സ്പൂൺ വെച്ച് ഉടക്കുന്ന സമയത്ത് തന്നെ മനസ്സിലാവും അത്രമാത്രം സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു രീതിക്ക് ആയതിന് ശേഷം നമ്മൾ ചൂടാക്കി വെച്ചിട്ടുള്ള പൊടി പെട്ടെന്ന് തന്നെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾ കുറേ സമയം മുന്നേ പൊടി ചൂടാക്കി വെക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ പൊടി കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഞാൻ ഇതിലേക്ക് കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാല പൊടിയും അതുപോലെ തന്നെ 1 ടീസ്പൂൺ ചിക്കൻ മസാല പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഒരുപാട് ടൈം അങ്ങ് വഴറ്റിയെടുക്കൊന്നും വേണ്ട. നമ്മുടെ ഈ സവാള മസാലയില്ലേ അതിലേക്ക് മൊത്തത്തിൽ നന്നായിട്ടൊന്ന് പിടിച്ച് കിട്ടുന്നവരെ തന്നെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കട്ടെ എല്ലാ സൈഡിലുമായിട്ട്. ഫ്ലെയിം ഈ ഒരു ടൈമിലൊക്കെ കുറച്ച് വെക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് നമ്മുടെ പൊടികളൊക്കെ കരിയാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ മൊത്തത്തിലായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കട്ടെ. നമ്മൾ ചേർത്തിട്ടുള്ള പൊടികൾ കാര്യങ്ങളൊക്കെ ചിക്കൻ്റെ എല്ലാ സൈഡിലും നല്ലപോലെ പിടിച്ചിട്ടാണ് കേട്ടോ ഈ ഒരു മിക്സിങ്ങിൽ തന്നെ. അതുകൊണ്ട് കുറച്ച് സമയം എടുത്തിട്ടാണ് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ ചിക്കൻ കണ്ടില്ല നല്ലപോലെ മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ നമുക്കിനി വെള്ളം ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ വെള്ളം ഒഴിക്കുമ്പോൾ ഓരോരുത്തരുടെ ഗ്രേവിക്ക് അനുസരിച്ച് ഒഴിക്കുക. പിന്നെ ചിക്കൻ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം വെള്ളം ഇറങ്ങി വരും. പിന്നെ ഓരോരോ ചിക്കനിൽ ഓരോരോ രീതിക്കായിരിക്കുമല്ലോ വെള്ളം ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ ആദ്യം ഏകദേശം ഒരു 1-1.5 കപ്പൊക്കെ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നോക്കുക കേട്ടോ എത്രത്തോളം ഗ്രേവി വേണമെന്നുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു ടൈമിൽ ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ആവശ്യത്തിനനുസരിച്ച് ഉപ്പ് ഇട്ട് കൊടുക്കണം, കാരണം നമ്മൾ ഫസ്റ്റ് കുറച്ചല്ലേ ഇട്ടുള്ളൂ. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് ഉപ്പ് ഇട്ടിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിനെ അടച്ച് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ ആദ്യം ഒന്ന് വേവിച്ചെടുക്കുക കേട്ടോ. ചിക്കന് എല്ലാ സൈഡും നന്നായിട്ട് തിളച്ച് ചിക്കനിലൊക്കെ ഒന്ന് ചൂട് തട്ടി ഏതാണ്ട് ഒരു 1/4 വേവ് ആവട്ടെ ചിക്കൻ. അതിനുശേഷം മാത്രം അടുപ്പ് തുറന്നിട്ട് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് കൊടുത്താൽ മതി. അത് ശ്രദ്ധിക്കണേ. അപ്പോൾ കുറച്ച് ടൈം കഴിയുന്ന സമയത്ത് കണ്ടില്ല നമ്മുടെ ചിക്കൻ എല്ലാ സൈഡും നന്നായിട്ട് തിളച്ച് നല്ലപോലെ ഏതാണ്ട് 1/4 വേവൊക്കെ ആയിട്ടുണ്ട് കേട്ടോ, മൊത്തത്തിൽ വെന്തിട്ടില്ല. അപ്പോൾ ഒന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് ബാക്കിയുള്ളത് മൊത്തത്തിൽ വേവിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ കുറച്ച് ടൈം കഴിയുന്ന സമയത്ത് ഏതാണ്ട് ഒരു 1/4 വേവിൻ്റെ മുകളിലായിട്ടുണ്ട് കേട്ടോ ചിക്കൻ ഏതാണ്ട് റെഡി ആവാറായിട്ടുണ്ട്. ആ ഒരു ടൈമിൽ കുറച്ച് കറിവേപ്പിലയും മല്ലിയിലയൊക്കെ ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ആദ്യമേ ഇതൊന്നും ഇടണ്ട കേട്ടോ, ലാസ്റ്റ് ഇടുമ്പോൾ ഒരു എക്സ്ട്രാ ടേസ്റ്റും ഫ്ലേവറൊക്കെ കിട്ടും. അപ്പോൾ ഇതുപോലെ ഇതൊക്കെ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒന്നുകൂടി ജസ്റ്റ് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം മൊത്തത്തിൽ ചിക്കൻ ഒന്നുകൂടി തിളച്ചൊന്ന് റെഡി ആവട്ടെ കേട്ടോ. അപ്പോൾ നമ്മുടെ കറി ഏതാണ്ട് റെഡി ആയിട്ടുണ്ട്. ഇനി ലാസ്റ്റ് ചെറിയൊരു കാര്യം കൂടി ഇതിലേക്ക് വീണ്ടും ചേർക്കാനുണ്ട്. അപ്പോൾ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ ആദ്യമേ ചേർത്തിട്ടുള്ള പൊടികളൊക്കെ കറക്റ്റ് ടേസ്റ്റ് കിട്ടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ പിന്നെ ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ. പക്ഷേ ഇതിങ്ങനെ ചേർക്കുന്ന സമയത്ത് എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇങ്ങനെ ചേർക്കുന്ന സമയത്ത് ഒരു എക്സ്ട്രാ ടേസ്റ്റ് ഒരു എക്സ്ട്രാ ഫ്ലേവർ കിട്ടും. അതിന് വേണ്ടിയിട്ടാണ്, ഒട്ടും നിർബന്ധമില്ല. അപ്പോൾ ഇതുപോലെ എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക, ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ കറി വെന്ത് സെറ്റായിട്ട്. ഇനി ഇത് ഉടനെ തന്നെ സെർവ് ചെയ്യാൻ നിൽക്കണ്ട കേട്ടോ, കുറച്ചൊരു 10-15 മിനിറ്റൊക്കെ ഒന്ന് റെസ്റ്റിന് വെക്കുക. അതിനുശേഷം സെർവ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല അസല് ടേസ്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. സിമ്പിളായിട്ടുള്ള കറി റെസിപ്പിയാണ് കേട്ടോ. ഒരു തവണയെങ്കിലും നിങ്ങൾ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കും. 100% ധൈര്യത്തിൽ ചെയ്യട്ടെ, ഒരിക്കലും ഫ്ലോപ്പ് ആയില്ല എന്തായാലും. ഭയങ്കര ടേസ്റ്റ് ആയിട്ടുള്ള ഐറ്റാണ്. നമ്മുടെ ഒറോട്ടിയുടെ കൂടെ ആയാലും നെയ്പത്തലിൻ്റെ കൂടെ ആയാലും അല്ലെങ്കിൽ പത്തൽ ഏതിൻ്റെ കൂടെയും ബെസ്റ്റ് കോമ്പിനേഷൻ എന്ന് പറയട്ടെ. ഗീ റൈസിൻ്റെ കൂടെയൊക്കെ ഇതുണ്ട് എന്നുണ്ടെങ്കിൽ പിന്നെ വേറൊന്നും വേണ്ട, അത്രമാത്രം സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള ഐറ്റാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. അപ്പോൾ ഞാൻ ഇന്ന് സെർവ് ചെയ്യുന്നത് ഒറോട്ടിയുടെ കൂടെയാണ് കേട്ടോ. അപ്പോൾ ഒറോട്ടി ഉണ്ടാക്കാൻ അറിയില്ല എന്നുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. നാട്ടിൽ പോയ ടൈമിൽ ഉമ്മാൻ്റെ അടിപൊളി ഒറോട്ടിൻ്റെ റെസിപ്പിയൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ടേനു. അപ്പോൾ പിണ്ട് കമൻ്റ് ആയിട്ട് കൊടുക്കുക കേട്ടോ, വീഡിയോ കണ്ടു നോക്ക്. അപ്പോൾ ഒരു തവണയെങ്കിലും ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. അപ്പോൾ മാക്സിമം എല്ലാവരുടെ കമൻറ്റ് അറിയിക്കുക കേട്ടോ, ഫീഡ്ബാക്ക്സ് അറിയിക്കുക കമൻറ്റ് വഴി. എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഫീഡ്ബാക്ക്സ്, നിങ്ങളുടെ കമൻറ്റ് വായിക്കുമ്പോൾ ഓരോ ദിവസവും നമുക്ക് വീഡിയോസ് ഇടാനുള്ള ഒരു മോട്ടിവേഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് എന്തായാലും നിങ്ങളുടെ എല്ലാ ഫീഡ്ബാക്ക്സും അറിയിക്കുക. അപ്പോൾ വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. താങ്ക്